നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു പ്രസംഗം പറയുകയല്ല. ഞാൻ ഈ സഭയിലേക്ക് വന്നതിന് ശേഷം ദൈവം ചില കാര്യങ്ങൾ തൻ്റെ വചനത്തിലൂടെയും തൻ്റെ ആത്മാവിലൂടെയും സഹോദരന്മാരിലൂടെയും ഒക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിന് എന്ന് പറയുമ്പോൾ കർത്താവിനെ പിൻപറ്റുന്നത് ചില വെളിപ്പാടുകളിൽ ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് എൻ്റെ സഹോദരന്മാരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ദിവസം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് എനിക്ക് ഉത്സാഹം കിട്ടിയതുപോലെ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനും കർത്താവിനെ കൂടുതൽ പിൻപറ്റുവാനുമായിട്ടുള്ള ഒരു ഉത്തേജനം ലഭിക്കണം, ഒരു ഉത്സാഹം ലഭിക്കണം. കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നവരായും കർത്താവിനെ കൂടുതൽ അനുസരിക്കുന്നവരുമൊക്കെ ആയിട്ട് നമ്മൾ തീരണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രിയ സുജോ ബ്രദർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അതിൽ വരും. അതിനോടൊക്കെ ബന്ധപ്പെടുത്തിയാണ് സുജോ ബ്രദർ ഇന്ന് പകൽക്കാലം പ്രസംഗിച്ചത്. സുജോ ബ്രദർ നിർത്തിയ അവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കാനായിട്ടും ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, 2022 ജൂലൈ 28 വ്യാഴാഴ്ചയാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നത്. സുജോ ബ്രദറിനെ കാണുവാനായിട്ട് 2022 ജൂലൈ മാസം 28 വ്യാഴാഴ്ച, അന്നൊരു കറുത്തവാവ് കൂടിയായിരുന്നു. ആ ദിവസമാണ് സുജോ ബ്രദറുമായിട്ട് ഞാനിവിടെ വന്ന് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും തുടർന്ന് അതിൻ്റെ അടുത്ത ഞായറാഴ്ച മുതൽ ഇവിടെ സഭായോഗത്തിന് കടന്നു വരികയും ചെയ്തത്. ഈ കഴിഞ്ഞ 2 വർഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലായി, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് സാധിക്കും. ദൈവം എനിക്ക് വേണ്ടി തൻ്റെ നിത്യതയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ടാണ്, അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കായിട്ടാണ് ദൈവം എന്നെ ഈ സഭയിലേക്ക് കൊണ്ടുവന്നത് എന്ന് എനിക്ക് വളരെ പൂർണ്ണ ഉറപ്പോടെ ബോധ്യത്തോടെ പറയുവാനായിട്ട് കഴിയും. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയുള്ളതായിട്ടുള്ള സഭകളിൽ മാറി മാറി സഞ്ചരിച്ചതിന് ശേഷം ഇവിടെ എത്തി ഒടുവിൽ ഇങ്ങനെയൊരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് വളരെ ഉറപ്പാണ്, ദൈവത്തിന് നമ്മളെല്ലാവരെയും കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടുക വേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും പറയാനായിട്ട് അതിന് കാരണം, കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ജോസോരൻ തൻ്റെ സന്ദേശത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ജീവിച്ചത് കൊണ്ട് എന്താണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതായിരിക്കുന്ന പദ്ധതി? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം നമ്മെ വീണ്ടെടുത്തപ്പോൾ, ദൈവം നമ്മെ രക്ഷിച്ചപ്പോൾ, ദൈവം നമ്മളിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണ്. അത് ജോസോരൻ തൻ്റെ സന്ദേശത്തിൽ കഴിഞ്ഞ ദിവസം മാത്രമല്ല മിക്കവാറും എല്ലായ്പ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. തൻ്റെ പുത്രന്റെ സ്വരൂപത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരമമായിരിക്കുന്ന, നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ നന്മ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ആ ഒരു നന്മയിലേക്ക് നാം ഓരോരുത്തരും വരുന്നതിന് വേണ്ടി, ഞാൻ വരുന്നതിന് വേണ്ടി ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്ന സഭയാണ്, അല്ലെങ്കിൽ എന്നെ ആക്കി വച്ചിരിക്കുന്നത് ഇവിടെയാണ്.
അത് ഞാൻ പറയാൻ കാരണം, നേരത്തെ സുജോ ബ്രദർ പറഞ്ഞല്ലോ ഈ ഒരു കാര്യം ജയരാജൻ സാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പഴയ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ പുതിയത് ആരംഭിക്കുവാനായിട്ട് എന്ന്. ഇതേ കാര്യം തന്നെ സുജോ ബ്രദർ എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അരുണിനെ കണ്ട്, കോഴിക്കോട് നിന്ന് അരുണിനെ കണ്ട് തിരിച്ച് കാറിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞത്, സുജോ ബ്രദറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാര്യം, നാം നമ്മെക്കുറിച്ച് തന്നെ കെട്ടിപ്പൊക്കിയതായിരിക്കുന്ന, നമ്മൾ കടന്നുപോയ പല സഭകളിൽ നിന്നും ലഭിച്ചതായിരിക്കുന്ന ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ വചന സന്ദേശങ്ങൾ, ശുശ്രൂഷകൾ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നാം കെട്ടിപ്പൊക്കി വച്ചിരിക്കുന്ന ഒരു ആത്മീയ ബിൽഡിംഗ് ഉണ്ട്. അതിൽ തന്നെ നാം പുകഴ്ന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നോക്കിക്കൊണ്ട് നാം ആത്മീയരാണ്, നാം വിശ്വാസത്തിലാണ്, നാം ദൈവമക്കളാണ്, നാം കർത്താവിനെ പിൻപറ്റുന്നവരാണ്, നാം സ്വർഗത്തിൽ പോകുവാൻ റെഡിയായിരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴുന്ന ഒരു അനുഭവം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. എന്നാൽ കറക്റ്റായിട്ടുള്ള, തെളിമയുള്ള, നിർമ്മലമായിട്ടുള്ള ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോ ദിവസവും കേട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ കെട്ടിപ്പൊക്കിയ ആത്മീയ സൗധം എന്ത് ചെയ്യണമെന്നറിയാമോ? അത് ഇടിച്ചു നിരത്തിയിട്ട് അതിരിക്കുന്ന സ്ഥാനം കുഴിച്ചിട്ട്, ആഴത്തിൽ കുഴിച്ചിട്ട്, ഒന്നാമത്തെ കല്ല് വെച്ച് അടിസ്ഥാനമിട്ട് ഒന്നുകൂടി നമ്മുടെ ആത്മീയ സൗധം പണിയണം എന്നുള്ളത്. ഇതുവരെ നാം കേട്ട, നാം കണ്ട, നാം അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഇടിച്ചു നിരത്തിയിട്ട്, നേരത്തെ ജയരാജൻ ബ്രദർ പറഞ്ഞു ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിൽ കയറുകൂടിയിരിക്കുന്നതായിരിക്കുന്ന പല കാര്യങ്ങൾ അതെല്ലാം ഇടിച്ചു നിരത്തിയിട്ട് തകർത്തിട്ട് പുതിയതായിട്ട് ആഴത്തിൽ കുഴിച്ച് ഒന്നാമത് അടിസ്ഥാനമിട്ട് നമ്മൾ ആരംഭിക്കണം എന്നുള്ളത്. പിള്ളേരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന ഓരോ നിമിഷവും ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം പോലും നിത്യതയിൽ ദൈവം നമുക്ക് നിത്യതയിലേക്ക് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ഓരോ ദിവസവും, ഓരോ നിമിഷവും. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അങ്ങനെ തുടങ്ങി ഞായറാഴ്ച വരെയും, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു സെക്കൻഡ് പോലും അത് ഈ ഭൂമിയിൽ പാഴായി പോകുവാനായിട്ട് ഇടയാകരുത്. പാഴായി പോകാനായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. അങ്ങനെയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ നിത്യതയിൽ ദൈവത്തിന്റെ പരമമായ ലക്ഷ്യത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. പല സാഹചര്യങ്ങളിൽ കൂടി ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ, ഞാൻ ദൈവവചനത്തിലേക്ക് വരാം. നമുക്ക് ഒരു വാക്യം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം, 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിൻ്റെ 1 തിമോത്തിയോസ് 6-ാം അധ്യായം 11 മുതലുള്ള വാക്യം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊറുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയമകനായ തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ, നമ്മൾ ഈ ലേഖനമൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. സുജോ ബ്രദറിലൂടെ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ഇതിന്റെ ഓരോ വാക്യങ്ങളും കീറി മുറിച്ച് നാം പരിശോധിച്ച് പഠിച്ചതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയമകനായിട്ടുള്ള തിമോത്തിയോസിന് ലേഖനം എഴുതി, 1-ാമത്തെ ലേഖനം എഴുതി അത് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവില് പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം
മുകളിൽ കുറെ കാര്യങ്ങളുണ്ട്. ഈ 6-ാം അധ്യായം തുടങ്ങുന്നത് പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ ആ കാര്യങ്ങൾ തിമോഥെയോസിനോട് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. നമ്മളെക്കുറിച്ചും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നാം ഈ ലോകത്തിലെ മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാക്കുന്ന ഒരു കാര്യം, നാം ദൈവത്തിന്റെ മനുഷ്യനായുള്ളവ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു വിളി, ആ ഒരു കാര്യം. ഞാൻ ഈ ലോകത്തിലെ മറ്റുള്ള വ്യക്തികളിൽ നിന്ന്, മനുഷ്യരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ബന്ധത്തിൽ, ഇനി വീട്ടിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സമൂഹത്തിൽ നാം ഇടപഴകുന്ന വ്യക്തിയിൽ, എല്ലാ ദിവസവും ഈ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നാം നമ്മെക്കുറിച്ച് തന്നെ വിലമതിക്കേണ്ടത്, നമ്മളെക്കുറിച്ച് തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരേ ഒരു ബോധ്യം, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണ്, ഞാൻ ദൈവത്തിന്റെ വിളിയാൽ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിന്റെ സ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്, ദൈവത്തിന്റെ സ്നേഹത്താൽ ഞാൻ പിടിക്കപ്പെട്ടവനാണ്, ദൈവം തൻ്റെ രാജ്യത്തിന് കൊള്ളാകുന്നവനായിട്ട് എന്നെ തിരഞ്ഞെടുത്തവനാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നാം ഏത് ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും, നമ്മുടെ ജീവിത സാഹചര്യം തുടർന്നുള്ള കാര്യങ്ങളിൽ പൗലോസ് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ഏത് ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയാലും ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം നമ്മളെ ഭരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, എന്തൊക്കെ കാര്യങ്ങളെ നീ പിന്തുടരണം എന്നുള്ളതായിരിക്കുന്ന, പല കാര്യങ്ങളും പിന്തുടരുത്, പലതിനെയും വിട്ട് ഓടണം എന്ന് പറഞ്ഞതിന് ശേഷം ആ നീതിയെ പിന്തുടരണം, സ്നേഹത്തെ പിന്തുടരണം, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇതെല്ലാം ഓരോന്നും വിശദീകരിച്ച് പറയുവാനായിട്ട് ഇല്ല എങ്കിൽ പോലും ദൈവം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വെളിപ്പെടുത്തിയ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്നും അതിനെ ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തുറന്നുള്ള കാര്യങ്ങൾ താഴോട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷ വരെ പ്രമാണിച്ചു കൊള്ളണം. അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യം നാം നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ജീവിതത്തിന്റെ ആ തുടർച്ച, ആ സ്ഥിരത എപ്പോൾ വരെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ അത് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ബോധ്യത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുവിനെയും സാക്ഷി വെച്ചതായി എന്നോട് അപേക്ഷിക്കുന്നു. അവിടെ ഒരു മാതൃക, അല്ലെങ്കിൽ ഒരു മാതൃക അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനെ വെളിപ്പെടുത്തുകയാണ്. പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച കർത്താവായ യേശു ക്രിസ്തു. അവിടെ ആ ഒരു കാര്യം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. പിലാത്തോസിന്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു ഏറ്റു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ രാജ്യം, അല്ലെങ്കിൽ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സുജോ ബ്രദർ പറഞ്ഞതുപോലെ ദൈവം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിലാണ്. അത് ഈ ലോകത്തിലല്ല, അത് ഐഹികമായിരിക്കുന്ന കാര്യങ്ങളിലല്ല, പിന്നെയോ ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിത്യതയിലേക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, നിത്യമായ മൂല്യങ്ങളുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം പോരാടുകയും ജീവിക്കുകയും ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത്.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം. നമ്മുടെ മനസ്സ് ഈ ലോകത്ത് നിന്നും പറിച്ച് ദൈവത്തിന്റെ രാജ്യത്തിൽ എപ്പോൾ നടുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി നിത്യമായി നിലനിൽക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവായ യേശു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കുറിച്ച് തന്നെയുള്ള ദൈവത്തിന്റെ പരമമായ നന്മ, ദൈവം ആഗ്രഹിക്കുന്ന നന്മ എന്ന് പറയുന്നത് നമ്മെ കർത്താവിനെ പോലെ ആക്കി തീർക്കുക, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപ ആക്കി തീർക്കുക എന്നുള്ളത്. നേരത്തെ സുജോ ബ്രദർ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ഒരു വാക്യം വായിച്ചു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തില് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആകും. ഈ പ്രത്യാശയുള്ളവർ തന്നെത്താൻ നിർമ്മലീകരിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷണഭംഗുരമാണ്. എണ്ണിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമേ ഈ ലോകത്ത് ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൂ. ആ ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് എത്ര വർഷമാണെങ്കിലും, അത് 50 ആകാം, 60 ആകാം, 30 ആകാം, 40 ആകാം, 10 ആകാം, അത് എത്രയും ആകാം, അത് എണ്ണിയാൽ തീരുന്ന ഒരു ദിവസമാണ്. അതിന്റെ മണിക്കൂറുകളും വളരെ പരിമിതമാണ്, മിനിറ്റുകൾ വളരെ പരിമിതമാണ്. ഇതിൽ ഒരു നിമിഷം പോലും പാഴാക്കി കളയുവാനായിട്ട് നമുക്കൊരു അവകാശവുമില്ല എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ നാളുകളിൽ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൽ നമ്മുടെ മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ തീർന്നു പോകുന്ന, വിലയില്ലാതായി പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടല്ല ദൈവം നമ്മെ തൻ്റെ പുത്രന്റെ അവസാന തുള്ളി രക്തവും കാൽവരിയിലെ ക്രൂസിൽ അർപ്പിച്ചുകൊണ്ട് രക്ഷിച്ചെടുത്ത് അതിനു വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ട് ഭരിക്കേണ്ടത് ആവശ്യമാണ്. നേരത്തെ വിഗ്രഹാരാധനയെ കുറിച്ച് സുജോ ബ്രദർ സൂചിപ്പിച്ചപ്പോൾ ആ ഒരു കാര്യവും ദൈവം എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വെളിപ്പെടുത്തി. വിഗ്രഹാരാധന, നാം വിഗ്രഹാരാധകരാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ നാം വിഗ്രഹാരാധകരാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം. കാരണം വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് പകരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള സ്ഥാനത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് കൊടുക്കേണ്ടതായ ആ ഒരു സ്ഥാനം, ഏത് കാര്യം അപഹരിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹമാണ്. അത് നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി തീരാം, നമ്മുടെ വീട് ഒരു വിഗ്രഹമായി തീരാം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈല് ഒരു വിഗ്രഹമായി തീരാം, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഒരു വിഗ്രഹമായി തീരാം. എന്തിനധികം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പല വസ്തുക്കളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹമായി തീരാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന് നാം കൊടുക്കേണ്ട സമയവും ദൈവത്തിന് നാം കൊടുക്കേണ്ട വിലയും അപഹരിച്ച് കളയുന്ന എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി തീരാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് നാം വളരെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യതയിലേക്ക് നിലനിൽക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും പോരാടാനും വേണ്ടിയിട്ടാണ്. ഈ ലോകത്തില് എന്തുകൊണ്ടാണ് ഈ ലോകത്തില് പല കാര്യങ്ങളും വരുമ്പോൾ നാം നിരാശപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുന്നത്? വാസ്തവത്തിൽ ഈ പിറുപിറുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിറുപിറുക്കുവാൻ പോലും നമുക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ് സത്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് ആദാമിനെ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ, ആദാമിനെ നിലത്തെ മണ്ണ് കൊണ്ട് ദൈവം ഉണ്ടാക്കി, നിലത്തെ മണ്ണ് കുഴച്ച് ഒരു രൂപമുണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്. ആ ദൈവത്തിന്റെ ജീവശ്വാസം അവന്റെ മൂക്കിൽ ഊതുന്നതിന് മുമ്പ് അവൻ വെറും മണ്ണ് കൊണ്ടുള്ള ഒരു കൂമ്പാരം മാത്രമായിരുന്നു എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ മറ്റൊരു ദൈവവചനത്തിൽ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, ദൈവം ഇതിന്റെ ശ്വാസം പിൻവലിക്കുമ്പോൾ അത് പൊടിയായി തീർന്നു, അത് മണ്ണിലേക്ക് തിരികെ ചേരുന്നു എന്നുള്ളത്. പിറുപിറുക്കുവാൻ പോലും, ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കുവാൻ പോലും അവകാശമില്ലാത്ത വിധത്തിൽ അത്രയ്ക്ക് നിസ്സാരന്മാരാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം കൂടെ ഞാൻ പറയാം.
എന്നാൽ ദൈവത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചും ദൈവം നമ്മെ സ്നേഹിച്ചതിനെക്കുറിച്ചും ദൈവം നമുക്ക് നിത്യതയിലേക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കുവാൻ യാതൊരു അവകാശവുമില്ല എന്നുള്ളതും നമ്മെക്കുറിച്ച് ദൈവവചനത്തിൽ കാണുന്ന വലിയ പരമമായിരിക്കുന്ന ഒരു സത്യമാണ്. പരാതി പറയുവാനും പെറുപെറുക്കുവാനും നമുക്ക് യാതൊരു അവകാശവുമില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഒരു കാര്യത്തെ ചൊല്ലിയും ദുഃഖിക്കുവാനോ നിരാശപ്പെടുവാനോ നമുക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് കൂടി ദൈവത്തിന്റെ വചനം പറയുന്നു. എന്തിനാണ് നമുക്ക് ദുഃഖിക്കുവാൻ ആവശ്യമുള്ളത്? എന്തിനാണ് നമുക്ക് നിരാശപ്പെടുവാനായിട്ട് ആവശ്യമുള്ളത്? കാരണം നാം നേരത്തെ ആ വാക്യത്തിലൂടെ സുജോ ബ്രദർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ നമുക്ക് വേണ്ടി സകലവും നൽകാതിരിക്കുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ വിലയേറിയ ഒരു ജീവിതമാണ്. ഈ ലോകത്ത് ദൈവം തൻ്റെ മക്കളാക്കി തീർക്കുവാൻ നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നാം എഫേസ്യ ലേഖനത്തിലും മറ്റുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നത് പോലെ നിത്യതയിലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. നേരത്തെ സുജോ ബ്രദർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂസിൽ മരിച്ചപ്പോൾ ദൈവം ആ മരണത്തിൽ നമ്മളെ കണ്ടിരുന്നു. ആ മരിച്ചപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്ര അത്ഭുതകരമാണ് ദൈവത്തിന്റെ പദ്ധതി, എത്ര അത്ഭുതകരമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ, എത്ര അത്ഭുതകരമാണ് ദൈവത്തിന്റെ സ്നേഹം. ഇങ്ങനെ നമ്മെ ദൈവം സ്നേഹിക്കുകയും ദൈവം തൻ്റെ രക്ഷ നൽകി നമ്മെ വിളിക്കുകയും ചെയ്തെങ്കിൽ ആ വിളിയുടെ ഉദ്ദേശവും ഗൗരവവും നമ്മൾ എത്രമാത്രം വിലമതിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നിസ്സാരമാക്കി കളയുന്ന പല കാര്യങ്ങൾ. കഴിഞ്ഞ 2 വർഷം എൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ സഭയിൽ കൂടി നൽകിയ സന്ദേശങ്ങൾ, ദൈവം തൻ്റെ വചനത്തിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തൻ്റെ പുത്രനിലൂടെ അനുരൂപമാക്കി തീർക്കുക എന്നുള്ള വലിയ നന്മയിലേക്ക് അത് പൂർണ്ണമായി അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഒരു സ്റ്റെപ്പ് കൂടി, ഒരു ചുവട് കൂടി നടക്കുവാൻ, ഒരു ചുവട് കൂടി വെക്കുവാൻ ദൈവം ഈ കാര്യങ്ങളെ ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം വളരെ ഗൗരവമായിട്ടുള്ള ഒന്നാണ്. ഈ ഭൂമിയിൽ ദൈവം അയക്കുന്ന ഒരു വചനവും നമ്മുടെ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ അത് അതിൻ്റെ ഫലം കൊയ്തെടുത്തിട്ട് മാത്രമേ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോവുകയുള്ളൂ. ദൈവത്തിന് വേണ്ടി നാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അതൊന്നും അതിനേക്കാൾ അപ്പുറമായിട്ട് വിലമതിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ടാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ദൈവം വിലമതിക്കുന്ന കാര്യം. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി നാം ജീവിക്കുന്ന ജീവിതത്തിനപ്പുറമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ മരണം കൊണ്ട് അവസാനിക്കും. മനുഷ്യർ നമ്മളെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മുടെ മരണം കൊണ്ട് അവസാനിക്കും. അതിനത്രേ വിലയുള്ളൂ. എന്നാൽ ദൈവസന്നിധിയിൽ ഞാൻ നേരത്തെ വായിച്ചതുപോലെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ അവൻ ഇരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അവനെ കാണുമ്പോൾ, അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവനുമായിട്ട് നമ്മുടെ കാര്യം തീർക്കുമ്പോൾ അവിടെ വിലയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുവാനും പോരാടുവാനുമായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ യാഗമരണത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും നാം ചിന്തിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണോ? നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാനായിട്ട് പ്രയാസമുള്ള പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിമിതനാണ് നാം ഓരോരുത്തരും. ഇത്രയേ ഉള്ളൂ. നാം ഓരോ ദിവസവും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് പോകാതെ 2 ചെവിയിലൂടെയും കേട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നമ്മുടെ കയ്യിലൂടെയും കാലിലൂടെയും ദൈവത്തിന് ഫലം കായ്ക്കുന്ന രീതിയിൽ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളായിരുന്ന പല കാര്യങ്ങളിലും, പല സഭകളിൽ നിന്നും, ഇപ്പോഴും നമ്മൾ യൂട്യൂബിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നതായിരിക്കുന്ന തെറ്റായിരിക്കുന്ന വചനവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളെ വിട്ട്
നിർമ്മലമായിരിക്കുന്ന, നേർമയുള്ളതായിരിക്കുന്ന സത്യവചനത്തെ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ ജീവൻ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, മുറുകെ പിടിച്ചുകൊള്ളുക. നിത്യജീവൻ, ആ ദൈവിക ജീവൻ, ദൈവത്തിന്റെ സ്വഭാവം, കർത്താവിന്റെ സ്വഭാവം മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവ് പൊന്തിയോസ് പിലാത്തോസിന് നീ രാജാവ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാജാവ് തന്നെ, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ജനിച്ച് അതിനായിട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ്, എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഏറ്റുപറഞ്ഞ് ആ കർത്താവിന്റെ ഓരോ മാതൃകയും, പല കാര്യങ്ങളുമുണ്ട്. കർത്താവ് ഈ ലോകത്ത് ജീവിച്ചതുപോലെ കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യൻ എന്നുള്ള നിലയിൽ നാം എങ്ങനെ ജീവിക്കണം എന്ന് നമുക്കൊരു മാതൃക കാട്ടിത്തരാൻ കൂടി വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയും അത് തന്നെയാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് കഴിയും, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയും എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്തുദ്ദേശത്തിന് വേണ്ടി ആദാമിനെ സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യം പാപം മൂലം ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന മനുഷ്യനെ പാപത്തിൽ നിന്നും അകറ്റിയ ദൈവത്തോട് മനുഷ്യനെ രമ്യതപ്പെടുത്തി. അങ്ങനെ രമ്യതപ്പെട്ട, അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തെ പ്രസാദിപ്പിച്ച് പാപത്തിന്മേൽ പൂർണ്ണ ജയം പ്രാപിച്ച് ജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ഭൂമിയിൽ സാധിക്കും എന്ന് ഉറപ്പായിട്ടും സുവിശേഷം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തുകളിലൊക്കെ പല പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. ഇന്ന് ഈ ലോകത്ത് പ്രസംഗിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷക്കാരൻ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുമോ? നിങ്ങൾക്ക് എൻ്റെ അനുകാരികളാകുവാനായിട്ട് കഴിയുമോ? പലരും പ്രസംഗിക്കും, എന്നിട്ട് പറയും എന്നെ നോക്കണ്ട എന്ന് പറയും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു നിങ്ങൾ എൻ്റെ അനുകാരികളാകുവൻ എന്നാണ്. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുന്ന നമുക്കും ഈ ലോകത്ത് കർത്താവ് ജീവിച്ചതുപോലെ കർത്താവ് ഓരോ കാര്യത്തോടും എങ്ങനെയാണ് ഇടപെട്ടത്, കർത്താവ് ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിലും ഓരോ ജീവിത സാഹചര്യത്തിലും, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്, നമുക്ക് തുല്യ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായി, സകലത്തിലും നമ്മുടെ ജീവിത അതേപോലെയുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നുപോയ കർത്താവ് അതിലെങ്ങനെയാണ് തൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ചത്, എങ്ങനെയാണ് തൻ്റെ പിതാവിന്റെ മുമ്പിൽ ജീവിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്, അവന് ദൈവത്തിന്റെ മുമ്പാകെ രൂപഗുണമില്ല, കോമളത്വമില്ല, വരണ്ട നിലത്ത് നിന്നും വേർമുളയ്ക്കുന്നത് പോലെ അവൻ ദൈവത്തിന്റെ മുമ്പാകെ വളരും എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മുമ്പാകെ വളരും. നമ്മളെയും ദൈവം വിളിച്ചിരിക്കുന്നത് മനുഷ്യരുടെ മുമ്പാകെ വളരുവാനായിട്ടല്ല, ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുവാനായിട്ടാണ്. നാം ഒറ്റക്കായിരിക്കുമ്പോൾ നമ്മൾ രഹസ്യ ജീവിതത്തിൽ ഒക്കെയും നാം ജീവിക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പാകെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. കഴിഞ്ഞ 2 വർഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം എന്നെ നടത്തുകയായിരുന്നു, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും ദൈവം എന്നെ നടത്തുമെന്ന് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ഒരു സാക്ഷ്യം പറയുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്ന ഓരോ നിമിഷവും, ഓരോ സ്റ്റെപ്പും അത് പാഴായി പോകുവാനായിട്ട് ഇടയാകരുത്. ഇത്രയേ ഉള്ളൂ. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് അനുവദിച്ചു തരുന്ന ഓരോ വർഷവും, ഓരോ മാസവും, ഓരോ ദിവസവും, ഞാൻ ഇങ്ങനെ പറയാം, ജനുവരി, ഫെബ്രുവരി തുടങ്ങി ഡിസംബർ വരെ, തിങ്കൾ മുതൽ ഞായർ വരെ, അല്ലെങ്കിൽ ഞായർ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും, ഇതിലേതെങ്കിലും ഒരു ഡിസംബറിലോ ഏതെങ്കിലും ഒരു ജനുവരിയിലോ ഏതെങ്കിലും ഒരു തിങ്കളിലോ ചൊവ്വയിലോ നമ്മുടെ ഈ ലോക ജീവിതം അവസാനിക്കും. ആ ദിവസം വരെ, ആ മണിക്കൂർ വരെ ദൈവം നമുക്ക് തരുന്ന എല്ലാ നിമിഷവും നിത്യതയിൽ
ലേക്ക് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നാം നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് കാലമില്ല. നിത്യതയിൽ നിന്ന് നിത്യതയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാം ഒരുപോലെയാണ്. അങ്ങനെയുള്ള ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് യാദൃശ്ചികമായിരിക്കുന്ന ഒരു കാര്യമേ അല്ല. നമുക്കത് യാദൃശ്ചികമായി തോന്നാം. പലരും പണ്ട് നാളുകളിൽ കൺവെൻഷനൊക്കെ പോകുമ്പോൾ പലരുടെയും സാക്ഷ്യം കേൾക്കാറുണ്ട്. ഞാൻ വഴിയെ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് കേൾക്കേണ്ടതിന് വേണ്ടി വന്നപ്പോൾ ഞാൻ സുവിശേഷം കണ്ടു, രക്ഷിക്കപ്പെട്ടു. യാദൃശ്ചികമാണെന്ന് തോന്നാം. എന്നാൽ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നാം വിളിക്കപ്പെട്ടതും നാം തിരഞ്ഞെടുക്കപ്പെട്ടതും ഒന്നും യാദൃശ്ചികമല്ല. കണ്ണൂരില് ഒരു പാർട്ടി ഗ്രാമത്തില് നാരായണന്റെയും തങ്കമണിയുടെയും മകനായിട്ട് ജനിച്ച ഞാൻ ഈ കർത്താവിന്റെ സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുന്നത് യാദൃശ്ചികമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കണ്ണിന് അങ്ങനെയല്ല. ദൈവം തന്റെ പരമാധികാരത്തിൽ, ദൈവം തന്റെ ലക്ഷ്യത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം അങ്ങനെ വിളിച്ച് വേർതിരിച്ചതാണ്. അങ്ങനെ വിളിച്ച് വേർതിരിച്ചതാണെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടി, നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടി ആണ് ഈ ലോകത്തിൽ നമുക്കൊരു ജീവിതം ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ കുറച്ചു കാലത്തേക്ക് വന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം ജോസ് അവർ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കുഞ്ഞായി ജനിക്കുന്നു, ഒരു യുവാവായിട്ട് വളരുന്നു. അതിനുശേഷം നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നു, ജോലി കിട്ടുന്നു, നമ്മൾ വിവാഹം കഴിക്കുന്നു, നമുക്ക് മക്കളുണ്ടാകുന്നു. പിന്നീട് ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, ആ മക്കളെ വിവാഹം കഴിക്കുന്നു, നമ്മൾ വൃദ്ധരാകുന്നു, ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം നിത്യതയിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടി ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ, ഭാര്യയോടുള്ള കടമകൾ, മക്കളോടുള്ള കാര്യങ്ങൾ, ജോലിയോടുള്ള ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. ദൈവം എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുവാൻ ഇടയാകരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോ സാഹചര്യത്തിലൂടെയും ദൈവം കടത്തിവിടുന്നത്. അത് രോഗമുണ്ടാകും, പട്ടിണി ഉണ്ടാകും, അപകടം ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതിലേതുണ്ടായാലും ദൈവത്തിന് ഒരു മാറ്റവുമില്ല, നമുക്കും മാറ്റം ഉണ്ടാകാൻ പാടില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഈ കാര്യങ്ങൾക്കൊന്നും എന്നെ വേർതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെയും സാക്ഷ്യം അത് തന്നെ ആയിരിക്കണം. വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധയോടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം വളരെ തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിന്റെ നാമത്തെ ഈ ഭൂമി മഹത്വപ്പെടുത്താം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ.